We break up and you slam the door. I messed up on the bedroom floor. What the hell do we do this for? I push you out but you come back. That attraction we can't. Hey guys, welcome back to my YouTube channel. So ഇന്ന് നമ്മളൊരു മേക്കപ്പ് റുട്ടീനാണ് കാണാൻ പോകുന്നത്. ഞാനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ലെങ്ത് ആയിട്ടുള്ള പ്രോസസ്സായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇത് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് റുട്ടീനാണ് കേട്ടോ. സോ ആദ്യം തന്നെ നമ്മൾ നല്ലപോലെ സ്കിൻ പ്രിപ്പയർ ചെയ്യണം. ഒന്നുമില്ലെങ്കിലും ക്ലെൻസ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ എങ്കിലും ഇട്ടിരിക്കും. സോ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഒരു പ്രൈമർ ഇടുക എന്നതാണ്. സ്കിൻ നല്ലതാണെങ്കിൽ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രൈമർ ഇടേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ ഒരു ബാരിയറായിട്ട് എപ്പോഴും നമുക്ക് പ്രൈമർ ഇടുന്നത് വളരെയധികം നല്ലതായിരിക്കും. പ്രൈമറിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പോഴ്സ് ഒക്കെ മിനിമൈസ് ചെയ്യുക എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും ഇത് ഒരുപാട് ഹെൽപ്പ്. ഞാൻ PSCയുടെ പ്രൈമറാണ് ഈ യൂസ് ചെയ്തിരുന്നത് കേട്ടോ. എൻ്റെ കണ്ണിൻ്റെ അടിയിൽ നല്ല ഡാർക്ക് സർക്കിൾ ഉള്ളതുകൊണ്ട് ഞാനൊരു കറക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഓറഞ്ച് കറക്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു പാരറ്റിൽ ഞാൻ ഇങ്ങനെ കുറച്ചെടുക്കും കേട്ടോ. ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ആൻഡ് കുറച്ച് കൺസീലറും അതുമായിട്ട് മിക്സ് ചെയ്യും. കറക്ടർ PSCയുടെയും അതുപോലെ തന്നെ കൺസീലർ ഞാൻ യൂസ് ചെയ്യുന്നത് Too Facedൻ്റെയാണ്. അത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും ഞാൻ അണ്ടർഐയിൽ ഇടുന്നത്. ഒരുപാട് കേക്കി ആവാതിരിക്കാനും അല്ലെങ്കിൽ ക്രീസ് ഒന്നും വീഴാതിരിക്കാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫേസിൽ എവിടെയൊക്കെ പിഗ്മെന്റേഷൻ ഒക്കെ തോന്നുന്നുണ്ടോ അവിടെ എല്ലാം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് അതിനെ ഫുൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ക്രീസോ അല്ലെങ്കിൽ കേക്കി ഫീലൊന്നും ഉണ്ടാവത്തില്ല. കണ്ണിൻ്റെ താഴെ ഇടുന്നത് പോലെ തന്നെ കണ്ണിൻ്റെ ടോപ്പിലും ഇടാൻ എപ്പോഴും ഓർക്കണം. എപ്പോഴും കുറച്ച് പോർഷൻ മാത്രം ഇതുപോലെ ഒരു പാലറ്റിലെടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ വേസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഒരുപാട് ഉണ്ടാവും കേട്ടോ. കണ്ണെന്ന് പറയുന്നതാണ് ഒരു മേക്കപ്പിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എപ്പോഴും കണ്ണിൻ്റേത് നമ്മൾ നല്ലപോലെ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഈവൻ ലൈറ്റ് മേക്കപ്പ് ആണെങ്കിൽ പോലും കണ്ണിൻ്റെ ബേസ് ഒക്കെ നല്ലപോലെ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഞാൻ ഈ മേക്കപ്പ് ചെയ്തിരുന്ന സമയത്ത് ആക്ച്വലി എൻ്റെ ലൈറ്റ് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് ഫോണിലും അധികം വിസിബിൾ ആവുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ലൈറ്റ് വന്നിട്ട് എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു. പിന്നെ തുടങ്ങിയോണ്ട് മാത്രം ഞാൻ നിർത്താതിരുന്നതാണ്. ഒരു നാച്ചുറൽ ലുക്കിന് വേണ്ടി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് PSCയുടെ 1.7, K-Beauty അല്ലെങ്കിൽ ബോബി ബ്രൗൺ. 3ന്റെ ഷെയ്ഡ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. പലവരും ഫൗണ്ടേഷൻ ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കാറുണ്ട്. ശരിക്കും നമുക്കൊരു 3 to 4 ഡ്രോപ്സ് മാത്രം ഫൗണ്ടേഷൻ മതിയാവും. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുവാണെങ്കിൽ. ഒരു ഗ്ലോയി ലുക്ക് കിട്ടാൻ ഞാൻ നൈബയുടെ തന്നെ ഒരു ഗ്ലോ ക്രീമും യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫൗണ്ടേഷൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഗ്ലോയി ലുക്ക് ഫേസിൽ കിട്ടും നമുക്ക്. എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ബ്ലെൻഡ്. എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻസിലായിരിക്കും ആദ്യം ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ മാക്സിമം മിനിമൽ ക്വാണ്ടിറ്റി ഓഫ് ഫൗണ്ടേഷനെ മിക്കപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് ചീക്സിൽ എപ്പോഴും ഒരു ഗ്ലോയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചീക്സിൽ നിന്ന് തന്നെ ആയിരിക്കും എപ്പോഴും തുടങ്ങാറ്. എന്നിട്ട് പാലറ്റിൽ നല്ലപോലെ ഈ ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ട് മാത്രമേ ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാറുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മിനിമൽ ക്വാണ്ടിറ്റി ഓഫ് മേക്കപ്പ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും നമ്മുടെ ഫേസ് കാണാൻ. അധികം മേക്കപ്പ് ഒന്നും ഇട്ടിട്ടുണ്ടെന്ന് തോന്നത്ത് പോലും ഇല്ല. എന്തെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെയായിരിക്കും മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത്. ബ്ലെൻഡർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും. ബ്ലഷായിട്ടും ഞാൻ യൂസ് ചെയ്യുന്നത് K-Beautyയുടെ തന്നെ ഒരു ബ്ലഷാണ്. ഒരു പിങ്ക് ടിൻ്റാണ്. അല്ലെങ്കിൽ ടിപ്സി ബ്യൂട്ടിയുടെ ഒരു കുഷൻ ബ്ലഷാണ്. ഈ ബ്ലഷും ഞാൻ ഡയറക്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്തില്ല. ഇതുപോലെ തന്നെ പാലറ്റിലിട്ട് കുറച്ച് ഗ്ലോ ക്രീമും ഇട്ട് ഒരു നുള്ളു ഫൗണ്ടേഷനും ഇട്ട് അതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും. എന്നിട്ട് ഇതുപോലൊരു W ഷേപ്പിലായിരിക്കും ഞാൻ എപ്പോഴും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക. കാണുമ്പോൾ ആളുകളൊക്കെ വിചാരിച്ചോട്ടെ നമ്മൾ നല്ല ചുവന്ന് തുടുത്തിരിക്കുകയാണല്ലോ എന്നുള്ളത്. ഇങ്ങനെ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത് എനിക്ക് ആലിയ ഭട്ടിൽ നിന്ന് ഇൻസ്പയർഡ് ആയതാണ് കേട്ടോ. വൺസ് ഇട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ ഇത്രയും നാളും ഇപ്പം ഇങ്ങനെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഗെയിം ബ്ലെൻഡ്. ചെറുതായിട്ടൊന്ന് കോണ്ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടിപ്സി ബ്യൂട്ടിയുടെ തന്നെ കുഷൻ കോണ്ടൂറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രം മതിയാവും കേട്ടോ. ഇതിന് ഭയങ്കര ടിൻ്റാണ്. കഷ്ടപ്പെട്ടാണ് ഞാൻ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തത്. ചില സമയം തോന്നും ബ്രൗൺസ് പൗഡർ ഇട്ടാൽ മതിയായിരുന്നെന്ന്. പക്ഷേ എനിക്കിങ്ങനെ ഈ കോണ്ടൂർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് മേക്കപ്പിൽ കോണ്ടൂർ എന്ന് പറയുന്നതുണ്ടല്ലോ നമ്മുടെ ഫേസിൻ്റെ സ്ട്രക്ചർ തന്നെ മാറ്റിയെടുക്കും. നമ്മുടെ ജോലൈനിൽ മാത്രം ഈ കോണ്ടൂർ അപ്ലൈ ചെയ്ത് പോയാൽ ഭയങ്കര ഷാർപ്പായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ജോലൈൻ നിൽക്കും കേട്ടോ.
ഐബ്രോയ്ക്കും ഞാൻ എപ്പോഴും നാച്ചുറലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ ടിൻ്റ് ആയിരിക്കും എടുക്കുക. ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് വിടത്ത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരുപാട് ഞാൻ ഡാർക്കൺ ചെയ്യാറില്ല. ഐ ഷാഡോയ്ക്കാണെങ്കിലും ഞാനൊരു ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെയാണ് എടുക്കുന്നത്. ഏകദേശം ഒരു നാച്ചുറലായിട്ട് ലുക്ക് നിൽക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ഞാൻ ചെയ്യാറ്. ഇത് ഫേസുമായിട്ട് ബ്ലെൻഡ് ചെയ്തു പോകും ഇങ്ങനത്തെ ഒരു ഷെയ്ഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ. ആൻഡ് എനിക്കും പേഴ്സണലി ഇങ്ങനത്തെ ടിൻ്റ് വരുന്നതാണ് ഫേസിന് ചേരുന്നതെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറയണേ. ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് ഷാംപോറിൻ്റെ ആണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. കാരണം എൻ്റെ ഫേസിൽ ഏറ്റവും കൂടുതൽ ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയ ഒരു ടിൻ്റായിരുന്നു ഇത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു മെബിലൈൻ്റെ വിനൈൽ എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ ലിപ്പിന് ഭയങ്കര ലൈറ്റായിട്ടായിരുന്നു ഇരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മറ്റേ മെബിലൈൻ്റെ ഇട്ടിട്ട് അതിൻ്റെ ടോപ്പിൽ എപ്പോഴും ഇതിടുന്നത്. ഇതൊരു ഗ്ലോയി ഫിനിഷ് നിൽക്കും, ഒരുപാട് സസ്റ്റെയിൻ ചെയ്യും. ഏകദേശം ഒരു 8 hours to 10 hours വരെയൊക്കെ സുഖമായിട്ട് ഈ ഒരു ഗ്ലോ നിൽക്കും കേട്ടോ. ഞാൻ കണ്ണെഴുതുന്നില്ല, അതിന് പകരം മസ്കാര മാത്രമാണ് ഇടുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല ലാഷസ് ഉണ്ട്. സോ ഒന്ന് മസ്കാര ഇടുമ്പോൾ തന്നെ നമ്മുടെ ലാഷ് വെച്ച പോലെ തന്നെയൊക്കെ ഇരിക്കും. എനിക്ക് ആ ചീക്കിലെ ടിൻ്റ് ഇച്ചിരി കുറവായിട്ട് തോന്നി. സോ ഞാൻ കുറച്ചുകൂടെ ഒരു ബ്ലഷ് യൂസ് ചെയ്യുകയാണ്, ഒരു പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതും കെ ബ്യൂട്ടിയുടെ തന്നെയാണ് കേട്ടോ. എല്ലാ ലൈറ്റിലും ഒന്ന് ചെക്ക് ചെയ്യണം, കാരണം എനിക്ക് ലൈറ്റിൽ അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇതിലെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ആൻഡ് യെസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പറയണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു മിനിമൽ മേക്കപ്പാണ്. ഇതിൽ നിങ്ങൾക്ക് കണ്ണെഴുതണമെങ്കിൽ കണ്ണെഴുതാം, അതുപോലെ തന്നെ ലിപ് ഷെയ്ഡ് മാറ്റാം. അതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റും. ഈ മേക്കപ്പ് പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കുറച്ച് ബ്രൈറ്റായിട്ടാണ് നിൽക്കുന്നത്, ബട്ട് ഇറ്റ് വാസ് ഗുഡ് ഐ തിങ്ക്. എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇതുപോലെയുള്ള മേക്കപ്പ് റൂട്ടീനായിട്ടൊക്കെ ഞാൻ ഇനിയും വരാം കേട്ടോ.